നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം വിഷ്ണു. നമ്മൾ ഇന്ന് നിൽക്കുന്നത് ചെന്നൈയിലാണ്. ചെന്നൈയിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു പുതിയ ലോഞ്ചിൻ്റെ ഭാഗമായിട്ട് എത്തിയതാണ്. കുറേയധികം വണ്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നൊരു പുതിയ ട്രക്കും ഇന്ന് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ട്രക്കിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കിടക്കാം. വീഡിയോയിലേക്ക് പോകാം. The show is about to start. മറ്റുള്ള ബ്രാൻഡിനെ വെച്ച് സംബന്ധിച്ചോളം ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വലിയ പോയിന്റ് എന്ന് പറയുന്നത്, ഏത് സെഗ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ലോഡ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് അത്രയധികം വാഹനങ്ങൾ അവൈലബിൾ ഉണ്ടെന്നാണ്. അതായത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് വാഹനങ്ങളെ കിട്ടാനും നമുക്കിതിൻ്റെ ഇഷ്ടം അനുസരിച്ച് വാഹനങ്ങളെ ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമ്മുടെ ടാറ്റ മോട്ടോഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രത്യേകതരം കാറ്റഗറിയിലേക്ക്, അല്ലെങ്കിൽ വളരെ കൂടുതൽ മികവാർന്ന രീതിയിൽ കോസ്റ്റ് ഓഫ് ഓപ്പറേഷന് വളരെ നല്ല രീതിയിൽ കുറച്ചുകൊണ്ട് ടാറ്റ മോട്ടോഴ്സ് ഏറ്റവും പുതിയതായിട്ട് ലോഞ്ച് ചെയ്തൊരു വാഹനമാണ് ടാറ്റയുടെ 1916 എന്ന് പറഞ്ഞ ഈ കാണുന്ന ഒരു കിടിലൻ മോഡൽ. ആസ് യൂഷ്വൽ LPT ക്യാബിനാണ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ക്യാബിനും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇതിൽ കുറേയധികം കാര്യങ്ങൾ വീണ്ടും അഡീഷണൽ ആയിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിനകത്ത് പ്രധാനമായിട്ട് വന്നിട്ടുള്ളത്. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏത് കാറ്റഗറി വണ്ടികളാണെന്ന് പറഞ്ഞാലും നമുക്ക് അവൈലബിൾ ആണ്. സോ അങ്ങനെ ഒരു വണ്ടിയാണ് 1916. ഏതായാലും 1916ൻ്റെ കുറച്ച് ഡീറ്റെയിൽ കാണാം. 1918 എന്ന് പറഞ്ഞൊരു വാഹനത്തിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ശരിക്കും പറഞ്ഞാൽ 180 HP ഓളം വരുന്ന, അല്ലെങ്കിൽ 210 HP ഓളം ഒക്കെ ഇപ്പം പുതിയ 1918 മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുന്നുണ്ടായിരുന്ന 1918 എന്ന് പറഞ്ഞ വണ്ടി, ആ ഒരു വാഹനത്തിനകത്ത് വന്നിരിക്കുന്ന 5 ലിറ്റർ എഞ്ചിനും അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ 180 HP പവറൊക്കെ ആയിരുന്നു. അപ്പം അതേ സെയിം വാഹനം നമ്മുടെ LPT തന്നെ അവരെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ 1916 എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലേക്ക് മാറ്റി. അപ്പോൾ ഈ 1916 എന്ന് പറയുമ്പോൾ 160 HP അതുപോലെ തന്നെ നമുക്ക് 19 ടൺ ഇതിനകത്ത് ടോട്ടൽ GVW വരുന്നു. 19 ടൺ കാറ്റഗറിയിൽ ഇന്ന് ഇന്ത്യയിൽ വെച്ച് ഏറ്റവും കൂടുതൽ ലോഡ് കയറ്റാൻ പറ്റുന്ന 13.2 ടൺ ലോഡ് കയറ്റാൻ പറ്റുന്ന ഒരേ ഒരു വാഹനമാണ് LPT 1916 എന്ന് പറഞ്ഞ ഈ ഒരു വാഹനം. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ടയറിലേക്ക് കിടക്കാം. ഇതിനകത്ത് വന്നിരിക്കുന്ന ഫ്രണ്ട് ടയേഴ്സ് എന്ന് പറയുന്നത് 295/90/60 റേഡിയൽ ടയേഴ്സാണ്. നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ബ്രിഡ്സ്റ്റോണിൻ്റെ ടയേഴ്സാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. ഇനിയും തൊട്ട് പുറകിലായിട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ ബാറ്ററി കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എയറിൻ്റെ ടാങ്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്കിലത്തെ ബോഡി എന്ന് പറയുന്നത്. ശരിക്കും ബോഡിയുടെ ഓപ്ഷൻ നമുക്ക് കൊടുത്തിരിക്കുന്നത് കൗൾ ചേസ് ഉണ്ട്, ക്യാബിൻ ചേസ് ഉണ്ട്, ഇതുപോലെ ഹൈഡൊക്കെ ആയിട്ട് ഫുള്ളി പണിത വണ്ടികളുണ്ട്. അങ്ങനെ ഏത് രീതിക്കുള്ള മോഡലുകൾ നമുക്ക് LPT മോഡലിനകത്ത് കിട്ടും. നമ്മൾ നേരത്തെ കണ്ടിരിക്കുന്ന കൗൾ ചേസ് പോലെ നമുക്കെടുത്ത് പണിത് എടുക്കണേലും അതിനകത്ത് ഓക്കെയാണ്, ഈസി ആയിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ഏത് വിധത്തിലുള്ള ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. വലിയ വണ്ടികളെ സംബന്ധിച്ചോളം 24 അടി 20 അടി റേഞ്ച് തൊട്ട് വെയിറ്റ് കുറഞ്ഞ ഗുഡ്സ് കൊണ്ടുവന്ന ആളുകൾക്കും അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് കമ്പനികൾക്കൊക്കെയും ഈ ഒരു വാഹനം വളരെ നല്ല രീതിയിൽ യൂസ് ആവും. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിനകത്തുള്ള ഫ്യൂവൽ മോഡും അതുപോലെ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ ഞാൻ എഞ്ചിൻ പറയാൻ പറയാം. ഏതായാലും നമുക്കിനി ബാക്ക് വശത്തേക്ക് വരാം. ബാക്ക് വശത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേന് നമ്മൾ ആസ് യൂഷ്വൽ കണ്ടിരുന്നത് നമ്മുടെ റിവേഴ്സ് പാർക്കിംഗ് സെൻസറുകൾ LED അല്ല, നോർമൽ ടെയിൽ ലാംപ്സ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ മാറ്റി നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ക്രോസ് ബമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ടർബോട്രോൺ എഞ്ചിനെ കുറിച്ച് നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട്. അപ്പം ആ ഒരു ടർബോട്രോൺ ഇപ്പം പുതിയതായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേന് കുറച്ചധികം മാറ്റങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ LPTയുടെ എഞ്ചിൻ, ഇപ്പോൾ ഈ ഒരു എഞ്ചിനകത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേന് 5 ലിറ്റർ എഞ്ചിനെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ മാറ്റി 3.3 ലിറ്റർ എഞ്ചിൻ്റെ ആ ഒരു റേഞ്ചിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നതിൻ്റെ ഗുണങ്ങൾ ഈ ഒരു വണ്ടിക്ക് അത് കാണാനുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വണ്ടിയുടെ വിലയിലുള്ള വ്യത്യാസം, അതുപോലെ തന്നെ നമുക്ക് വണ്ടിയുടെ ഓൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഓപ്പറേഷനിലുള്ള വ്യത്യാസം, മൈലേജിലുള്ള വ്യത്യാസം, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഇതിനകത്ത് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഏതായാലും നമുക്കിനി ഇതിൻ്റെ എഞ്ചിൻ ഒന്ന് തുറന്ന് കാണാം. എഞ്ചിൻ ഒന്ന് തുറന്ന് കാണിയിട്ട് എഞ്ചിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൂടെ നമുക്ക് പറയാം. ഏതായാലും നമുക്കിനി ക്യാബിനൊന്ന് മറിക്കാം മുകളിലേക്ക്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഈ ഒരു 3.3 ലിറ്റർ എഞ്ചിൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വന്ന എഞ്ചിനെക്കാട്ടിൽ വളരെ സൗണ്ട് കുറവാണ്. പിന്നെ ഞാൻ കണ്ടൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ നേരത്തെ കണ്ട LPT 1918 നിന്നൊക്കെ എഞ്ചിനെ നല്ല രീതിക്ക് പുറകിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്.
ഇപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കും മുകളിലത്തെ ഇതുണ്ടോ ഈ ഒരു കോട്ടിംഗ് തെർമൽ ഇത് ചെയ്തിരിക്കുന്നത് ചൂടകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അത് ചെയ്തിരിക്കുന്നത് കുറച്ചുകൂടി ഒരു നല്ല രീതിക്കാണ്. അപ്പം ടാറ്റ മോട്ടോഴ്സിനകത്ത് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വണ്ടിക്കകത്ത് ഇരുന്നതിനെക്കാട്ടിൽ ഏകദേശം ഒരു 17% ചൂട് കുറവുണ്ടായിരിക്കും എന്നാണ് ഇപ്പോൾ ഇതിനകത്ത് ഇരിക്കുന്ന സമയത്ത്. 2 കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, എൻജിൻ പുറത്തേക്ക് വരുന്നു, അത്രയധികം ചൂട് എൻജിൻ അകത്തേക്ക് കയറില്ല എന്നുള്ളൊരു പ്രധാന പോയിന്റ് ഉണ്ട്. അപ്പം അത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഈ ഒരു എഞ്ചിനെ നമ്മൾ പറ്റി ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു മൾട്ടി മോഡ് പവർ സ്വിച്ചിനെ കുറിച്ചാണ് നമുക്ക് പറയണം. അതായത് നമുക്ക് ലൈറ്റ് മോഡ് അതുപോലെ തന്നെ പവർ മോഡ്, ഹെവി മോഡ് എന്നുള്ള 2 മോഡുകൾ കൊടുത്തിട്ടുണ്ട്. വലിയ താമസമില്ലാതെ ശരിക്കും പറയാം നമ്മുടെ വലിയ വണ്ടി ഉൾപ്പെടാനകത്തുനിന്ന് ഈ മീഡിയം മോഡിനെ മാറാനുള്ളൊരു ചാൻസ് വളരെ ഹൈ ആണ്. ഞാൻ ഇതിന് മുന്നേ തവണ ഞാൻ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാര്യം ലൈറ്റ് മോഡ് ആൻഡ് ഹെവി മോഡ് എന്നൊരു 2 സെക്ഷനിലേക്ക് മാറും. അപ്പോൾ ഇതിനകത്ത് വരാൻ പറ്റുന്നുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ലൈറ്റ് മോഡിൽ ഇടുന്ന സമയത്ത് ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 125 HP ആയിരിക്കും. 2600 RPM 125 HP ആയിരിക്കും ലൈറ്റ് മോഡിൽ ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹെവി മോഡിലേക്ക് വന്നു കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 160 HP ആയിരിക്കും. ഈ 160 HP വരുന്നത് നമുക്ക് 2600 RPM. അതാണ് ഈ ഒരു എഞ്ചിനകത്ത് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ടോർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു ടോർക്ക് എന്ന് പറയുന്നത് നമുക്ക് ലൈറ്റ് മോഡിൽ വന്നു കഴിയുമ്പോഴത്തേന് 1170 ടു 2000 RPM ഓൾമോസ്റ്റ് ഒരു 400 Nm ടോർക്ക് വരും. അതായത് വളരെ ലോ എൻഡ് ടോർക്കാണ്. ചെറിയൊരു മൂവിങ് കിട്ടുമ്പോൾ തന്നെ ലൈറ്റ് മോഡൽ വണ്ടി മൂവ് ചെയ്ത് പൊക്കോളും, നമുക്ക് അത്രയും ലോഡ് ഇല്ലാത്ത സമയത്ത്. ഇനി ഹെവി മോഡിലേക്ക് വന്നു കഴിയുമ്പോഴത്തേന് നമുക്ക് 475 Nm ടോർക്കാണ്. അതായത് 1600 ടു 2000 RPM നമുക്ക് ആ ടോർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ Bs 550 എന്ന് പറഞ്ഞ ഗിയർ ബോക്സ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. 5 ഫ്രണ്ട്, അതായത് 5+1 ഗിയർ ബോക്സ് ആണ് ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മുടെ ഈ ഒരു എഞ്ചിനീയറിംഗ് ഗിയർ ബോക്സിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഈറ്റ്സിൻ്റെ യൂണിറ്റ് നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നതാണ്. സിഗാർ ടൈപ്പ് ഈറ്റ്സിൻ്റെ യൂണിറ്റാണ് ഈ ഒരു ഫ്രണ്ട് ഭാഗത്തായിട്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ അടിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് കുറച്ചുകൂടി നല്ല ഉയരത്തിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രസമായിട്ട് തന്നെയാണ് ആ ഈറ്റ്സിൻ്റെ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് സസ്പെൻഷൻ നമുക്ക് വന്നിരിക്കുന്ന പാരാബോളിക് ലീസറിംഗ് ആണ്. ഫ്രണ്ട് സസ്പെൻഷൻ സെമി എലിപ്റ്റിക്കൽ ഓഫ് സ്പ്രിംഗ് സസ്പെൻഷനാണ് നമുക്ക് ബാക്ക് ടയറിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഇതിൻ്റെ ഈ ഒരു മെറ്റീരിയൽ എല്ലാം ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ബാക്കിലത്തെ ചേസ് എല്ലാം കൊടുത്തിരിക്കുന്ന എല്ലാം നല്ല ഹെവി ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി ഡീസൽ ടാങ്കിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് 160 ലിറ്ററിൻ്റെയും 250 ലിറ്റർ ഓപ്ഷണലായിട്ട് നമുക്ക് ഡീസൽ ടാങ്ക് വന്നിട്ടുണ്ട്. കാര്യം വണ്ടിയുടെ നീളം അനുസരിച്ചും അതുപോലെ തന്നെ ലോങ് ഓടുന്ന ടൈപ്പ് ഓഫ് വണ്ടി അനുസരിച്ചും നമുക്ക് ഈ ഡീസൽ ടാങ്കിന്റെ വ്യത്യാസം നമുക്ക് വരും. അതുപോലെ തന്നെ നമുക്ക് ആഡ് ബ്ലൂ ടാങ്ക് വന്നിരിക്കുന്ന 25 ലിറ്ററിന്റെ ഒരു ആഡ് ബ്ലൂ ടാങ്കാണ് ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 4 ലിറ്റർ 5 ലിറ്ററോളം നമുക്ക് ആഡ് ബ്ലൂ ചിലവാകുന്നുണ്ട് ഈ ഒരു റേഞ്ചിലേക്ക് വരുമ്പോഴത്തേന്. ഇത്രയും പവറും അതുപോലെ തന്നെ ഈ ടൈപ്പ് ഓഫ് രീതിക്കുള്ള ഒരു എഞ്ചിന്റെ വ്യത്യാസം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഓൾമോസ്റ്റ് ഇതിൻ്റെ ഗ്രേഡബിലിറ്റി എന്ന് പറയുന്നത് 24%, 24% ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രേഡബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത്രയധികം ഗ്രേഡബിലിറ്റി കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിനകത്തുണ്ട്. ഡേ ക്യാബിനും സ്ലീപ്പർ ക്യാബിനും അതുപോലെ തന്നെ നമുക്ക് കൗൾ ചേസിലും ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന വാഹനത്തിന്റെ ഡെക്ക് ലെന്തിന്റെ നീളം എന്ന് പറയുന്നത് 24 അടിയും വീതി എന്ന് പറയുന്നത് 7.5 അടിയും ഹൈറ്റ് എന്ന് പറയുന്നത് 6 അടിയുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പുതിയ LPT 1916 ക്യാബിൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇതുണ്ടോ, ക്ലച്ച് ഉണ്ടോ, നിങ്ങൾ നോക്കി, ഒരു അണിവരലെ ക്ലച്ച് താഴും. ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി സ്റ്റാർട്ടാക്കാം. ഭയങ്കര സ്മൂത്താണ് എഞ്ചിൻ, ഭയങ്കര സൈലൻ്റ് ആണ്. 3.3 ലിറ്റർ എഞ്ചിൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര സൈലൻ്റ് ആണ് വണ്ടി. അതുപോലെ തന്നെ ഇതുണ്ട് ഹാൻഡ് ബ്രേക്ക് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതുണ്ടോ, നമുക്കങ്ങനെ മറ്റേ ഹെവി ഒച്ചയൊന്നും നമുക്ക് കേൾക്കാനില്ല. ഭയങ്കര മിനിമലായിട്ടുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വോക്ക് ത്രൂ ക്യാബിൻ ഇതുണ്ടോ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാം, ഇതിനകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാവുന്ന രീതിയിലാണ് ക്യാബിൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗിയർ ബോക്സ് നല്ല രീതിക്ക് ഈ ഒരു റേഞ്ചിലൊക്കെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് കേബിളാണ് നമ്മുടെ ഈ ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് കേബിൾ ഗിയർ ബോക്സ് ആണ്. നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിനകത്ത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയുള്ള സെയിം കാര്യങ്ങളൊക്കെ നമ്മുടെ സ്പീഡോമീറ്റർ അങ്ങനത്തെ ആർട്ടിഫിഷ്യൽ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഈ ഒരു താഴെ വശത്തായിട്ടാണ് നമ്മുടെ ഹെവി മോഡും ലൈറ്റ് മോഡും വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഹെവി മോഡും ലൈറ്റ് മോഡിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ടാക്കുമ്പോൾ എപ്പോഴും ഹെവി മോഡ്, പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ ഈ ഹെവി മോഡിൽ നമ്മൾ വണ്ടി മുന്നോട്ട് എടുത്ത് കഴിയുമ്പോഴത്തേന് ലൈറ്റ് മോഡിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒന്ന് കിടക്കുന്നതല്ലേ നല്ലത്, അതല്ലേ അതിൻ്റെ ഒരു ശരി എന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് അറിയാൻ മേലോത്തൊരു ഓടിക്കുമ്പം മൈലേജിൻ്റെ ഇഷ്യൂ വരത്തില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട്. ശരിക്കും അതാ ഈ ഹെവി മോഡിലേക്ക് ഇടുന്നതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹെവി മോഡിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് വണ്ടി എടുത്ത് ഓടിക്കാൻ നേരം നമുക്ക് ആ ഒരു വണ്ടിയുടെ
ഒരു പവർ കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് ഒരു ഹെവി മോഡിൽ നമുക്ക് മനസ്സിലാവും. പിന്നീട് നമ്മുടെ യൂസ് അനുസരിച്ച് ഇനി മുന്നോട്ടുള്ള അപ്ഡേറ്റിൽ എനിക്ക് ടാറ്റ മോട്ടോഴ്സ് നമ്മൾ ഓടിക്കുമ്പോൾ ആക്സിലേറ്ററിൻ്റെ കൊടുക്കുന്ന രീതി അനുസരിച്ച് നമ്മൾ ഈ പറഞ്ഞ ലൈറ്റിൽ ഹെവിയിലേക്ക് മാറാനുള്ള കാര്യങ്ങളൊക്കെ അവർ നോക്കുന്നുണ്ട്. ഇതിപ്പോൾ ഹെവിയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അതുപോലെ തന്നെ ലൈറ്റ് മോഡ് തൊട്ടടുത്തിന് ഇപ്പോൾ ലൈറ്റ് മോഡിലേക്ക് അത് വന്നു. ടോപ്പിലായിട്ട് നമ്മുടെ റീജനറേഷൻ്റെ കാര്യങ്ങൾ, ഈ ഒരു സൈഡിലായിട്ട് ഹസാർഡ് വാർണിംഗ്, അതുപോലെ തന്നെ DPFൻ്റെ ബാക്കി അങ്ങനത്തെ ആർട്ടിഫിഷ്യൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ഇതുണ്ട് നമ്മുടെ വൈപ്പറ ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ. അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് നമ്മുടെ ലൈറ്റ് ഹോണാണ്, ഈ ഒരു ഹോണും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതിൽ വേറെ സ്വിച്ചസ് ഒന്നുമില്ല, ഇത് ഡമ്മി ആയിട്ടാണ് ഈ ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ സൺവൈസറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്യാബിനെ കുറിച്ച് പറയുമ്പോൾ ക്യാബിന് ഇഷ്ടപ്പെട്ടു. കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പൊക്കത്തിരുന്ന് ഓടിക്കുന്ന ഒരു ഫീല് നമുക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ എനിക്കൊരു കുറവായിട്ട് തോന്നിയിരുന്ന ആഡ് ചെയ്യേണ്ടത്, ഇതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ മെക്കാനിക്കൽ സസ്പെൻഡഡ് ആയിട്ടുള്ള ഒരു സീറ്റൂടെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേനെ. മേ ബി ഈ പറഞ്ഞ പോലെ ഓപ്ഷണലായിട്ട് ടാറ്റ കൊടുക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സീറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്ക് രണ്ട് സൈഡിലേട്ടും ഹഗ് ചെയ്തിരിക്കത്തക്ക രീതിയിലുള്ള ഒരു സീറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കോ ഡ്രൈവർ സീറ്റൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീരമായിട്ടാണ് സീറ്റിൻ്റെ കുഷ്യനിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല വൃത്തിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓൾ ടോട്ടൽ ക്യാബിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിലും നല്ല രീതിക്കാണ് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഓപ്ഷണലായിട്ട് നമുക്ക് വേണ്ട ഈ ടൈപ്പ് ഓഫ് സീറ്റിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടി നല്ല രീതിക്കുള്ളൊരു ഡ്രൈവിംഗ് കംഫോർട്ട് നല്ല രീതിക്ക് നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് കിട്ടും എന്ന് വേണം പറയാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ ഒരു LPT 1916 ഇൻറ്റീരിയറിനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ ഗിയർ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കാം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ഇവിടെ വന്നിട്ട് നേരെ പുറകോട്ടല്ല ഫിഫ്ത്ത് ബാക്കി വന്നിരിക്കുന്നത്. ഈ സൈഡിലേക്ക് വന്നിട്ട് വീണ്ടും പുറകോട്ടാണ് നമ്മുടെ ആ ഒരു റിവേഴ്സ് ഗിയർ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് ഇൻറ്റീരിയറിൽ പറയാനുള്ള. നല്ല ഗംഭീരമായിട്ട് ഇത് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഏതായാലും നമുക്കിനി പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഇതിൻ്റെ ബാക്കി കാഴ്ചകൾ കാണാം. നമ്മുടെ ക്യാബിൻ ചേസ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 17 അടി മുതൽ 24 അടി വരെയോളം നമുക്ക് ഈ ക്യാബിൻ ചേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കൗൾ ചേസ് വരുമ്പോഴത്തേന് 17 അടി തൊട്ട് നമുക്ക് 33 അടിയോളം വരെയും നമുക്ക് കൗൾ ചേസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രണ്ട് വണ്ടിയും രണ്ട് ടൈപ്പ് ഓഫ് യൂസിനാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ക്യാബിൻ വേരിയൻറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ MLO, അതുപോലെ തന്നെ ഫ്യൂൽ ടാങ്കേഴ്സ്, LPG സിലിണ്ടേഴ്സ്. നമ്മൾ കൗൾ വേരിയൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ 2 വീലർ കാരിയർ, വൈറ്റ് ഗുഡ്സ്, അതുപോലെ തന്നെ FMCG, അങ്ങനെ ആ ഒരു ടൈപ്പ് ഓഫ് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത്. നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷന് വേണ്ടിയാണ് ഈ ഒരു വാഹനം യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഇതിനകത്തെ നമുക്ക് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മുടെ ഈ ഒരു പുതിയ ലോഞ്ചിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന നമ്മുടെ ടാറ്റയുടെ 1916 ഈ ഒരു LPT അല്ലെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ശരിക്കും കുറേയധികം കാര്യങ്ങൾ നമ്മൾ കാണാനും അതുപോലെ തന്നെ കുറേയധികം പുതിയ ഡീറ്റെയിൽസ് ഇതിനെക്കുറിച്ചൊക്കെ അറിയുകയും ചെയ്തു. കുറേയധികം വാഹനങ്ങൾ ഇവിടെ കിടപ്പെടുന്നത് കാണാം. LPTയുടെയും ടബൂട്രോണൊക്കെ വിട്ട് കുറേ അൾട്രാ കാറ്ററും ഒക്കെ നമുക്ക് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ പിന്നീട് വീണ്ടും ചെയ്യുന്നതാണ്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു വാഹനത്തിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ Bs6 ട്രക്സ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ കൂടെ അവസാനിപ്പിക്കാം. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ Vishnu സൈനിങ് ഔട്ട് ഫ്രം ഓട്ടോസ് വ്ളോഗ്.